ഫലവും കുറച്ച് കോയിൻസും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന കുറുവ സംഘത്തിനെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റുന്ന അടിപൊളി കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്ന് പോയി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ, കാരണം വളരെ നല്ല ടിപ്പുകളാണ്. കുറച്ച് കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രം മതി, കുറുവ നമ്മുടെ വീട്ടിലെ പരിസരത്ത് പോലും വരില്ല. കുറുവ എന്നല്ല, എലി വള്ളി പാറ്റ വരെ പേടിച്ചോടിപ്പോവും. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരും ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് കുറുവാ സംഘം അല്ലേ. അപ്പോൾ നേരെ കുറുവാ സംഘം നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ അടുക്കള ഭാഗത്തൂടെയാണ് ഫസ്റ്റ് ഇവർ വന്ന് കയറുന്നതെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള ഭാഗത്തെ കതക് എപ്പോഴും നല്ല പോലെ നമ്മൾ അടയ്ക്കാനും നല്ല പോലെ സുരക്ഷിതമായിട്ട് വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ അത് ഇതുപോലെ കതക് അടച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പിയുടെ മുകളിലായിട്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ 2 അടുപ്പുകളാണ് എടുത്തിരിക്കുന്നത്, പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എലി കയറിയാലും എന്ത് കയറിയെന്ന് പറഞ്ഞാലും ഈ ഒരു പാത്രം നമുക്ക് തറയിലേക്ക് വീഴും. അപ്പോൾ ഇങ്ങനെ ആര് വന്നെന്ന് പറഞ്ഞാലും എന്ത് തട്ടിയാൽ പോലും ഈ 2 പാത്രം താഴേക്ക് വീഴുമ്പോൾ നമുക്കതറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പാത്രം വീഴുന്നതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ചാടി എഴുന്നേറ്റ് എല്ലാവരും നോക്കണം. അപ്പോൾ അത് എലിയാണെങ്കിലും ഇപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്താണ് ഇങ്ങനെ വീണതെന്നോ എടുത്തതെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് എഴുന്നേറ്റ് അതിപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ കതകും ബാക്കി ഭാഗത്തെ കതകുമാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്, അടച്ച് സുരക്ഷിത ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോൾ ബാക്ക് ഭാഗത്തെ കതകും അതുപോലെ ഫ്രണ്ട് ഭാഗത്തെ കതകും നമുക്ക് അടച്ച് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇതുപോലൊന്ന് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏത് മൃഗങ്ങളെയാണ് വളർത്തുന്നത്, ചിലപ്പോൾ കോഴിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ പൂച്ചയായിരിക്കും, അല്ലെങ്കിൽ ആടായിരിക്കും, പശുവായിരിക്കും, ഇതുങ്ങളുടെ ഒക്കെ സൗണ്ടിൽ വന്ന് രാത്രിയിൽ വന്ന് കടന്ന് ഒച്ച വെക്കുകയും അതുപോലെ ടാപ്പുകളൊക്കെ തുറന്നിടുകയും കുഞ്ഞുങ്ങളുടെ സ്ഥലത്ത് കരയുകയൊക്കെ ചെയ്യുമ്പോൾ ആരും കതക് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സമയങ്ങളിൽ നമ്മുടെ ആരാണെങ്കിലും അറിയാവുന്ന ആര് വന്ന് വിളിച്ചാൽ നമ്മൾ കതക് തുറക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ആരാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കതകൊക്കെ തുറക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പാണിത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതുപോലൊരു മിക്സിയുടെ ജാറ് എടുത്ത് നമ്മുടെ കതകിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് അലുമിനിയ കലോ സ്റ്റീലിൻ്റെ കലോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള അതെടുത്ത് വെക്കുക. പിന്നെ അതിനനുസരിച്ച് ഒരു ചെരുവും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. നമ്മുടെ വീട്ടിലെ പരമാവധി ഉള്ള ഇതെല്ലാം നമ്മൾ കുറച്ചൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിന്ന് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഇത് കാണുന്നത്. അപ്പം ഇപ്പോൾ വെളിയിൽ നിന്ന് അവർ കതക് തുറന്ന് കയറി ഇങ്ങനെ ബാക്ക് ഭാഗത്തുനിന്ന് വരുമ്പോൾ കതക് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഈ പാത്രങ്ങൾ താഴോട്ട് വീഴുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്കത് ചാടി എഴുന്നേക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ വരുന്ന ആരാണോ അവർ ഓടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് അവരെ തുരത്തി ഓടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ കതകിന് കുറ്റിയിട്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിൽ നിന്ന് ഒരാൾ കഥ തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതേ ഇപ്പം ഇന്ന് തുറന്ന് വരുമ്പോൾ ഇത് കണ്ടോടെ, ഇപ്പം ഈ പാത്രങ്ങൾ നമ്മൾ കഥ തുറന്ന ഉടനെ ഇത് ഫുള്ളും മാറി കേട്ടോ. ഇതേ രീതിയിൽ വരുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതേക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇപ്പം ചിലപ്പോൾ എലികളായിരിക്കും തള്ളിയിടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറുവ സംഘത്തിൻ്റെ ഒക്കെ ഇതൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് എല്ലാവരും മുൻകരുതലായിട്ട് നമ്മൾ ഇരിക്കുക എല്ലാവരും. അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചില്ലറ കാണുമല്ലോ, കോയിൻസുകൾ കാണും. അപ്പോൾ ഇതിൻ്റെ 50 പൈസ, ഇപ്പോൾ 50 പൈസ ഒന്നും ആരും എടുക്കാറില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ ഒത്തിരി 50 പൈസ ഷോപ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി 50 പൈസ തുട്ടുകൾ കാണും. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഒരുപാട് ഇരിപ്പുണ്ട്, ഒരു കുപ്പി നിറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ, പഴയ പൈസ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊക്കെ ഈ ഒരു രീതിയിലും കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാടി എഴുതേക്കാൻ പറ്റും. ആ ഒരു സൗണ്ട് കേട്ടിട്ട് വരുന്ന ആരാണോ എങ്ങനെ കയറി വരുന്നത്, എലി എന്താണെങ്കിലും കഥ ഇങ്ങനെ ഭാഗം തുറക്കുമ്പോൾ ഇത് താഴെ വീണ ഉടനെ ചില്ലറയാകുമ്പോഴത്തേക്കും കിലുകിലാന്ന് കിലുക്കമായത് കാരണം നമുക്കൊക്കെ അറിയാൻ പറ്റും വരുന്നവർ ആരാണെങ്കിലും കഥകൊന്ന് ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ ആ ചില്ലറ എല്ലാം താഴെ വീഴുന്ന ആ സൗണ്ട് കേട്ടിട്ട് ഓടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ കഥകിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പടി പോലെ, ഇങ്ങനെ ചെറിയ പടി പോലെ മിക്ക വീടുകളിലും കാണും. അപ്പോൾ ആ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ചില്ലറ പൈസ ഇങ്ങനെ അടുക്കി വെക്കുക. നിരത്തി വേണേൽ നിങ്ങൾക്ക് വെക്കാം, പക്ഷേങ്കിൽ നമുക്ക് അടുക്കി വെക്കുമ്പോഴാണ് നല്ലൊരു ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഥ ഒന്ന് തുറക്കുമ്പോൾ തന്നെ ചില്ലറ ഫുള്ള്
താഴോട്ട് വീഴുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു സൗണ്ടാണല്ലോ. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ടാണെങ്കിലും നമുക്ക് എഴുന്നേക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കാതെ എടുക്കാത്ത പൈസയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 50 പൈസ തുട്ടുകളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കണ്ടോ, ഇതുപോലെ അടുക്കി വെക്കുക. എന്നിട്ട് ബാക്കിൽ നിന്ന് കഥയൊക്കെ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ താഴെ വീഴുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്സാണ് ഇതെല്ലാം. എന്നിട്ട് ഇത് കണ്ടില്ല, ചില്ലറ ഫുള്ള് തറയിലോട്ട് വീഴും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കഥ ആരാണ് വന്നതെന്നും എടുക്കുന്നതെന്നും ഒക്കെ തള്ളുന്നതെന്ന് കഥ തുറക്കുന്നതൊക്കെ നമുക്ക് അറിയാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ചെയ്യുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചില്ലറ ഈ ഗ്ലാസ്സിലേക്ക് നിറച്ചെടുക്കാം. നമുക്ക് ഇത്രയും ചില്ലറ നമ്മുടെ നല്ല കനം കൂടുമ്പോൾ അത് കമന്ന് വീഴാൻ ഭയങ്കര പാടായിരിക്കും. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഗ്ലാസ് നമുക്കൊന്ന് കമത്തി വെച്ച് കൊടുക്കുക. അടുത്ത ടിപ്പാണിത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്ലാസ് കമത്തി വെക്കുക. പിന്നെ അത് സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കോയിൻസ് ഇതിൻ്റെ അകത്തിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ കതകിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതെന്ന് വെച്ചിട്ട് കതക് ജസ്റ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ അത് മറിഞ്ഞ് വീഴുന്നതായിരിക്കും. അപ്പോൾ ആര് ബാക്കിൽ നിന്നാണേലും ഫ്രണ്ടിൽ നിന്നാണേലും കഥ തുറന്ന ഉടനെ നമുക്ക് ഈ ഒരു സൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എലികളാണെങ്കിലും വീട്ടിലുള്ള എലികളൊക്കെ രാത്രി സഞ്ചാരമൊക്കെ കൂടുതലല്ലേ, അതാണെങ്കിലും ഇതൊക്കെ തട്ടിയിട്ടാൽ നമ്മൾ ആ സൗണ്ട് കേട്ടാൽ മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്. എഴുന്നേറ്റ് പോയി എന്താണെന്ന് നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ചിലർ എലിയൊക്കെ അന്നോർത്ത് മിണ്ടാതിരിക്കും, പക്ഷേ എന്നതാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അന്നപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇരിക്കാതെ പോയി എണ്ണിച്ച് പോയി ഇങ്ങനെ സൗണ്ട് പ്ലേറ്റുകളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒന്ന് എണ്ണിച്ച് പോയി നോക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഉള്ള ചെരുപ്പുകളെല്ലാം കൊച്ചു കൊച്ചു ചെരുപ്പുകൾ ഇടാതെ ഇതുപോലത്തെ പഴയ ചെരുപ്പുകളൊക്കെ ഒത്തിരി കാണുമല്ലോ, അതെല്ലാം നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരിങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആൾക്കാർ ഒത്തിരി പേരുണ്ടെന്ന് അവർ കരുതിയിട്ട് അവർ പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.